ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. അത് നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ആണ്. നല്ല രണ്ട് ടൊമാറ്റോ ആണ്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ മതക്കൻ വെളുത്തുള്ളി, ചെറിയതാണെങ്കിൽ 2 എടുക്കുക, വലുതായതിനെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു സവാളയുടെ പകുതി മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മുരിങ്ങാക്കോലുണ്ട്, ഇനിയുണ്ട്, ബാക്കി വരും പുറകെ. ആ മുരിങ്ങയ്ക്ക ഞാൻ ചട്ടിക്കകത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ചു, അതിൻ്റെ ഈ മുരിങ്ങയ്ക്ക വേവാനുള്ള വെള്ളം അത്രയ്ക്ക് എടുത്ത് വെച്ച ആ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കീറിയിടാം. അത് കീറിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നീളത്തിലൊന്ന് മുറിച്ചിടാം. വെളുത്തുള്ളി അതും ഞാൻ നീളത്തിൽ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അതും ഇതിലോട്ടിട്ടു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നോക്കാം. ഇവിടെ ഒരു പിടി ഒരു പിടി എന്ന് പറയും, ഒരു പിടി തന്നെ തരാം, ഒരു പിടി കശുവണ്ടി. ആ കശുവണ്ടി ഇതാ ഇതിലോട്ടിടുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഇതായിട്ടുണ്ട്, ഞാനിതെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കണം. ചീനച്ചട്ടി അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച ആ ടൊമാറ്റോ അതിലോട്ട് ഇടണം. 2 ടൊമാറ്റോ കാണിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഈ കശുവണ്ടി എടുത്ത് വെച്ചിരിക്കുകയല്ലേ, അതിലോട്ട് ഇനി ജാറിനകത്തോട്ട് തേങ്ങയും കശുവണ്ടിയും കൂടി ഇട്ട് ഒരുമിച്ച് അരയ്ക്കാൻ പോവാണ്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ മുരിങ്ങയ്ക്ക വേവിച്ച് വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഇതിലോട്ടിടാം. ചട്ടിക്കകത്ത് മുരിങ്ങയ്ക്ക ഇട്ട് ഉപ്പ്, നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഉപ്പ് മതിയോ, എരിവ് മതിയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പം എല്ലാം പാകത്തിനാണിപ്പോൾ. ഇതൊന്ന് കുഴയട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാൻ പോവാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു പിഞ്ച് അയമോദകം ഉണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, അയമോദകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു വാസന കിട്ടും. പിന്നെ പൊതുവെ അയമോദകം വയറിനൊക്കെ നല്ലതാണല്ലോ. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് കിടക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ആ കശുവണ്ടിയും തേങ്ങയും കൂടെ, ഒരൽപ്പം തേങ്ങ കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, ആ അരപ്പാണിത്. അത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. നമുക്കിത് കഴുകി ഒന്ന് ഒഴിക്കാം കുറച്ച്, ഈ ജാറ്. ഇത് നമുക്ക് ജാറ് കഴുകി ഒഴിക്കാം വെള്ളം. അല്ലെങ്കിൽ ഇത് വല്ലാതെ റോസ്റ്റ് പോലെ നമ്മുടെ ഇഷ്ടത്തിലുണ്ട്. റോസ്റ്റ് ആണെങ്കിൽ റോസ്റ്റ് പോലെ നീട്ടി വേണമെങ്കിൽ എടുക്കാം, ചാറ് പോലെ എടുക്കാം. നല്ല സ്വാദാണിത്. ചോറിനും എല്ലാത്തിനും കൊള്ളാം. പക്ഷെ മുരിങ്ങയ്ക്ക ഉള്ളതുകൊണ്ട് മറ്റ് സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ നല്ല ടേസ്റ്റാണ്. തിളച്ച് വരുമ്പോൾ തന്നെ, അവിടെ ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ ഡ്രം സ്റ്റിക്ക് മസാല കാഷ്യൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാത്തിനും കൂടെ കഴിക്കാം നമുക്ക്. ഒരു നോൺ വെജിറ്റേറിയൻസിന് ഇത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ വെജിറ്റേറിയൻസിന് നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടും. കാരണം നോൺ വെജിറ്റേറിയൻസിന് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് നോൺ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റാണ്. വെജിറ്റേറിയൻസിനും വളരെ നല്ല ഗുണമുള്ള ഈ കറി നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം കണ്ടതിന്
എല്ലാവർക്കും നന്ദി, നമസ്കാരം.